ഹായ് ഓൾ, ഇന്നൊരു പാനിപൂരി മേക്കിംഗ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിനെ കഷ്ണങ്ങളാക്കി കുക്കറിൽ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചപ്പോഴാണ് ഓർത്തത് ഗ്രീൻ പീസ് ഇട്ടില്ലാന്ന്. വീണ്ടും എടുത്തിട്ട് ഗ്രീൻ പീസ് തട്ടിക്കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് 3 വിസിൽ കേട്ടതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം സവാള അരിഞ്ഞ് വയ്ക്കണം. സവാള നല്ല പൊടിയായിട്ടാണ് അരിയേണ്ടത്. ഞങ്ങൾക്കിവിടെ കട്ടിംഗ് ബോർഡില്ല. എനിക്ക് ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നതാണ് ഇഷ്ടം. ബോർഡ് ഇവിടുത്തെ ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ടൈല് നല്ല ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് വെച്ചാണ് അരിയുന്നത്. മല്ലിയിലയും പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വെന്തല്ലോ, അതിനെ ഒന്ന് കുത്തി ഉടച്ച് റെഡിയാക്കി എടുക്കണം. നല്ല ഉടച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മല്ലിയില, സവാള, കുറച്ച് മുളക് പൊടി, ജീരകപ്പൊടി, ചാട്ട് മസാല, ഞാൻ ശകലം മസാലപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി അത് മാറ്റി വെച്ചു. അതിന് ശേഷം ഒരു മിക്സർ ഗ്രൈൻഡർ ജാറിനകത്ത് മല്ലിയില, പുതിനയില, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടി അരയ്ക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരയ്ക്കണം. ഋതുവാണ് എനിക്ക് സ്വിച്ച് ഓണാക്കി ഓഫ് ആക്കിയൊക്കെ തന്നത്. അപ്പം അവൻ ഓൺ ചെയ്തിട്ടങ്ങ് മാറി നിന്നാണ് എനിക്ക് സൗണ്ട് പേടിയാണ്. അതുകൊണ്ട് അവൻ മാറി നിന്നത്. അവൻ തന്നെ വന്ന് എനിക്ക് ഓഫും ചെയ്ത് തന്നു. അത് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അത് നല്ല കഴുകി ഒഴിച്ച് ഇച്ചിരി നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അതിനകത്തോട്ട് ഒരു ഹാഫ് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ അകത്തും കുറച്ച് മുളക് പൊടി, ചാട്ട് മസാല, ഉപ്പ്, ശകലം പഞ്ചസാരയും കൂടി ഇട്ടേ ഞാൻ, പിന്നെ ജീരകപ്പൊടി, ഇത്രയും ഇതിലും ഇട്ട് ഇത് ഒന്ന് ഇളക്കി സെറ്റാക്കി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ പൂരി ഉണ്ടാക്കുന്ന ഇതിനെ എന്തുവാ പാനിപ്പൂരി പപ്പടം എന്നാണ് പറയുന്നത്, അതിനെ പൊരിച്ചെടുത്ത് അത് മാറ്റി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സൊക്കെ റെഡിയാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തള്ളവറിൽ വെച്ച് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഫില്ലിങ്ങും വെച്ച് കുറച്ച് സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, ആ സവാളയും കുറച്ചിട്ട് കൊടുത്ത് ടൊമാറ്റോ സോസ് ഒഴിച്ച് മറ്റേ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മല്ലിയില, പുതിനയില, ആ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയ നമ്മുടെ പാനിപ്പൂരി റെഡിയായി. ആദ്യം ഋതുവിനാണ് കൊടുക്കുന്നത്. ഋതു കഴിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ വായി വെച്ച് കൊടുത്ത് അവൻ ഇഷ്ടത്തോടെ കഴിച്ചു. പിന്നെ ഒത്തിരി ഒന്നും കഴിച്ചില്ല. അവൻ ഇച്ചിരി എരിവുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് ദേവൂട്ടന് കൊടുക്കാം. ദേവൂട്ടൻ പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാധനം. അവൻ നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുത്തത്. അച്ഛനാണ് അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും അമ്മ തിരിച്ചങ്ങ് നടന്ന്